എടാ വീഡിയോ മാക്സിമം മൊത്തം കാണാൻ ശ്രമിക്കുക. ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ബാക്കിയുള്ളവന്റെ ലൈഫിലേക്ക് ഇടിച്ചു തെറിച്ചെന്ന് കീറി മുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കി റിയാക്ട് ചെയ്ത് വെക്കുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത്ര വലിയൊരു പ്രശ്നം നടന്നിട്ടും ഇത്ര അധികം ആൾക്കാരെ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും ഇവരെന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് ഇവരോടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, വളരെ പുച്ഛം മാത്രം. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഒരു നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമാണെന്നുള്ളത്. ഒരാളുടെ സമയം, കഷ്ടപ്പാട്, ഒരുപാട് നാളത്തെ വലിയൊരു പ്രയത്നത്തിലൊടുവിലാണ് അവരതിലോട്ട് എത്തിച്ചേരുക. അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പേപ്പർ ലീക്ക് ആവുക. ഇതുപോലെ ഇതിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്തത് നമ്മളെ വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കോ? ഒരിക്കലും ഇല്ല അല്ലെ? അതിനെക്കുറിച്ച് ചോദിക്കുന്ന വിദ്യാർത്ഥികളെ തെരുവിലൂടെ വലിച്ചിഴയ്ക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ മൊത്തം ബാക്കിയുള്ള കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് എഡ്യൂക്കേഷൻ ആണെങ്കിലും അവരുടെ ബെറ്റർ ലൈഫിനായിട്ടും പോകുന്നതെന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ കണ്ടുകൊടുക്കുന്നത്. പലർക്കും നമ്മളെ വീട്ടിലെത്തുന്നവരെ എല്ലാം വെറും കഥകളാണ്. പക്ഷെ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെക്കരുത്. പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് പ്രൊട്ടസ്റ്റ് തന്നെ ചെയ്യുക, ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കുന്ന ചെയ്യുക. ഉത്തരം എന്തായാലും ഒരു ദിവസം കിട്ടും. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. നമ്മുടെ